ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ക്യാരറ്റും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് തന്നെ കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഹോളിലിട്ടിട്ട് വേണ്ട ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല തിന്നായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാലൊഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ വേറെ ഫ്ലേവറിന് എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. വനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാത്രമായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളത് എടുക്കുക കേട്ടോ. അടി കട്ടിയുള്ള പാത്രം എടുക്കണം, അതല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതായത് ഈ ഒരു ക്യാരറ്റ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് നെയ്യിലൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ അതാ ക്യാരറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസുള്ള ക്യാരറ്റിലേക്ക് 1/2 ലിറ്റർ പാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽ ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളപ്പിക്കാതെ വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തിളപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടും. ഇപ്പോൾ പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ മുകൾ വശത്ത് പാൽ കട്ടിയിട്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു പാലിൽ ആ ക്യാരറ്റ് നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വരണം. ക്യാരറ്റ് ഏകദേശം ഒരു പകുതിയോളൊക്കെ കുക്കായതാണ് നമ്മൾ നെയ്യിലൊക്കെ വഴറ്റിയെടുത്തുകൊണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റ് പാലിൽ നല്ല രീതിയിൽ തിളച്ചിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴുള്ളൂ ആ ഒരു പാലിലേക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. കളറൊക്കെ നല്ല രീതിയിലൊന്ന് മാറിക്കിട്ടും ചെയ്യും. ഇപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഒരു പാകത്തിനുള്ള മധുരമുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് മധുരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ കുക്കായി പാലിലൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നല്ലപോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി കഴിക്കുന്ന രീതിയിൽ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കുക. പക്ഷേ ഏറ്റവും നല്ലതും അതുപോലെ തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടുന്നത് ഇതുപോലെ ഡ്രിങ്ക് ആക്കിയിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ. അതായത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ പാകത്തിനായി കിട്ടും കേട്ടോ. ഇപ്പോൾ അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുത്ത് വരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടത് ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കസ്കസ് കുതിർത്തെടുത്തതാണ്. അപ്പോൾ കസ്കസ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന് പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇടയിലൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുപ്പോടുകൂടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ക്യാരറ്റ് കൊണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളെപ്പോഴും ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് പച്ചയ്ക്ക് മിക്സിയിലടിച്ചിട്ടൊക്കെയാണ് ഡ്രിങ്കൊക്കെ തയ്യാറാക്കൽ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.